ടൗണിൽ പോയിട്ട് വരാം. എനിക്ക് കോലുമുട്ടായി കൊണ്ട് തരാം, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടോ? കോലുമുട്ടായി എന്ന് പറയുമ്പോ വായിന്ന് ഒലിക്കുന്നു. ആരാ? അല്ലപ്പ ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ എന്തെങ്ങനെ നടന്നിട്ട് പോന്ന്? എന്റെ ചേട്ടാ, എനിക്ക് നടന്നിട്ട് പോകാനാ ഇഷ്ടം. നിങ്ങൾക്ക് എന്നാ പ്രശ്നം? എനക്കൊരു വിഷമവുമില്ല. നിങ്ങളെപ്പോലെ കാണാൻ ഭംഗിയുള്ളൊരു സ്ത്രീ ഇങ്ങനെ നടന്നിട്ട് പോകുമ്പോ ഒരു സങ്കടം, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്നാ വിഷമം? നിങ്ങൾ എന്റെ ആങ്ങളെയൊന്നുമല്ലല്ലോ, നിങ്ങൾക്ക് എന്നാ പ്രശ്നം? വെറുതെ എന്തിനാ ഇങ്ങനെ സംസാരിച്ച് സമയം കളയുന്നു? എന്റെ ബൈക്കിന് സീറ്റിലേക്ക് ഇരിക്കും, നിങ്ങൾ എവിടെയാണെന്നോ ഞാൻ കൊണ്ടുവിടാം. ആരാ ഇയാള്? ഇതിനു മുമ്പ് ഇയാളെ ഈ ഭാഗത്തൊന്നും കണ്ടിട്ടില്ലല്ലോ. ആരാ ഇയാള്? അയ്യോ, ഞാൻ മറ്റൊരാളുടെ ബൈക്കിൽ കയറൂല, എനിക്ക് അങ്ങനത്തെ കാര്യമില്ല. ഈ സ്ത്രീകളെ ഇങ്ങനെ വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് ചോദ്യം ചെയ്യാൻ ആരാ ഇയാള്? നിങ്ങളെപ്പോലൊരു സുന്ദരി പെണ്ണിന് ഒരു ലിഫ്റ്റ് തരുമ്പോ എനക്കൊരു സന്തോഷം, അത്രേ ഉള്ളൂ. എന്നാ നിങ്ങളെ വീട്ടിലെ പെണ്ണുങ്ങൾ ആരെങ്കിലും ഇരിക്കും, എനിക്ക് കയറാൻ പറ്റൂല. അല്ല, ഇനി ഇവന്മാര് തമ്മിൽ ഭാര്യയും ഭർത്താവും ആയിപ്പോയാ? പറഞ്ഞു ഇവര് തമ്മിൽ തല്ലാവുന്ന തോന്നുന്നു. ഇതിങ്ങനെ വിട്ടാ പറ്റൂല കേട്ടാ. ഞാൻ പോയി പെട്ടെന്ന് ഇടപെട്ടിട്ടില്ലെങ്കിൽ ഇതാകെ പ്രശ്നമാവും. ഹലോ എന്താ ഇത് പ്രശ്നം? എന്താ നിങ്ങളെന്താ ഈ പെണ്ണിന്റെ കയ്യിലിങ്ങനെ പിടിച്ചു വലിക്കുന്നത്? അല്ല, നിങ്ങൾ ആരാന്ന്? എന്റെ ചേട്ടാ, ഇയാൾക്ക് പ്രാന്താ. അല്ല, ഇവര് നടന്നു പോകുന്നത് കണ്ടപ്പോ ഞാനൊരു ലിഫ്റ്റ് തരാന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഒരു പരിചയമില്ലാത്ത നിങ്ങൾ എന്തിനാ അവൾക്ക് ലിഫ്റ്റ് കൊടുക്കുന്നത്? അവള് നടന്നിട്ട് പോയിക്കോട്ടെ. അങ്ങനെ പറഞ്ഞു കൊടുക്ക് ചേട്ടാ. നിങ്ങൾ ആണുങ്ങളെ കണ്ടാൽ ഈ വഴിയിൽ ലിഫ്റ്റ് കൊടുക്കൂലല്ലോ. അത് ശരിയാണ്, നിങ്ങൾ ആ പറഞ്ഞത് 100% സത്യം. ഞാൻ ഇതിലൂടെ എത്രയോ പ്രാവശ്യം നടന്നു പോയിട്ടുണ്ട്, ഒരു ബൈക്കുകാരനും എന്നെ കയറ്റിയിട്ടില്ല. ഞാൻ പ്രത്യേകിച്ച് സ്ത്രീകളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ് കേട്ടോ സഹോദരി. ഒരു ബഹുമാനം മനസ്സിലായി. എന്റെ സിസ്റ്ററെ വെറുതെ സംസാരിച്ച സമയം കളയണ്ട, എന്റെ ബൈക്കിന്റെ സീറ്റിലേക്ക് ഇരിക്കും, എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവിടാം. സഹോദരി, നീ ഇയാളെ ബൈക്കിൽ കയറണ്ട, എന്റെ ബൈക്കിൽ കയറിക്കോ, വാ. സഹോദരി, ഭയങ്കര ചൂടല്ലേ, നടന്നിട്ട് പോകണ്ട, ഞാൻ ബൈക്കിൽ കൊണ്ടുവിടാം, വാ. ഞാൻ ഐസ്ക്രീം വാങ്ങിത്തരാം, വാ. വാന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് നിങ്ങളെ മനസ്സിലായി. എന്നാലും എന്റെ സഹോദരി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എനിക്ക് നിങ്ങൾ രണ്ടാളും ബൈക്ക് വേണ്ട, എനിക്ക് നടക്കാൻ അറിയാം കേട്ടോ. എല്ലാ സഹോദരി, ഈ ചൂടത്ത് ഇങ്ങനെ നടക്കണ്ടെന്നാ ഞാൻ പറഞ്ഞത്, അങ്ങനെ പോകരുത്. എടാ, അവളതാ നടന്നിട്ട് പോകുന്ന, നീ വിളിക്ക്, പെട്ടെന്ന് വിളിക്ക്. ഹലോ മേഡം, വന്നേ, ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് എന്ത് കാര്യം പറയാനുള്ളത്? കാര്യം പറയാനുണ്ട്, പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, വാ. മേഡം, ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നു, എന്റെ ബൈക്കിന്റെ സീറ്റിലേക്ക് കയറി പ്ലീസ്. സഹോദരി, ഞാൻ പറഞ്ഞു എന്റെ ബൈക്കിന്റെ സീറ്റിലേക്ക് കയറുന്നു, ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് പോവാന്ന്. ഇവന്മാർക്ക് പ്രാന്തായിന്ന് തോന്നുന്നേ. ഇവള് കയറുന്നുണ്ടെങ്കിലേ എന്റെ ബൈക്കിലേ കയറൂ. ഇവള് നിന്റെ ബൈക്കിൽ കയറുന്നത് എനിക്കൊന്ന് കാണണമല്ലോ. എടാ, നീ അധികം കളിക്കണ്ട, നിന്നെ ഞാൻ കൊല്ലും. ഒരു പെണ്ണിനെ കണ്ടപ്പോ എന്തൊക്കെയാ കളിക്കുന്നേ?